ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി LDF സ്ഥാനാർത്ഥി ജയനാണ്. ഞാൻ കാരയിലെ 36-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ജയനും ഒന്നിച്ചാണുള്ളത്. കടുത്ത മത്സരം നടക്കുന്ന 36-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ 3-4 പ്രാവശ്യം ഓരോ വീടുകളിൽ കയറി എല്ലാവരോടും അഭിപ്രായങ്ങളും പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ ജയൻ എന്ന ഞാൻ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ്. അങ്ങനെ ജയിച്ചു വന്നാൽ കാരയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുവാനുമായിട്ടുണ്ട്. നമ്മളൊരു പ്രകടന പത്രിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്. അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ വേണ്ടി 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ എൻ്റെ മുന്നിലുണ്ട് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. 4 സ്ഥാനാർത്ഥികളുണ്ടല്ലോ അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മണ്ഡലത്തിൽ പര്യടനം നടത്തുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായും നമുക്ക് അനുകൂലമായ കാഴ്ചപ്പാടാണ്. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഇപ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കാർമൽ പ്രദേശത്തേക്ക് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആശങ്കയുടെ ആവശ്യം അവിടെയില്ല. നല്ല ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നല്ല നിലയിൽ പ്രവർത്തനം നടത്തി എൻ്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് പോയിട്ട് വരിക, ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അവിടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ മണ്ഡലത്തിൽ നല്ല ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരുപടി നേതാക്കളും പ്രവർത്തകരും എൻ്റെ കൂടെ ഉണ്ട്. അതുതന്നെയാണ് എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കായ്ഫലമുള്ള തെങ്ങ് എന്ന ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചിഹ്നത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ് അവിടെയുള്ള ജനങ്ങൾക്കും ഉള്ളത്. മണ്ഡലത്തിൽ 4 സ്ഥാനാർത്ഥികളുണ്ടല്ലോ. ND ഉണ്ട്, IOML ഉണ്ട്, UDF ഉണ്ട്, റിബൽ സ്ഥാനാർത്ഥിയുണ്ട്. അതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അത് അങ്ങനത്തെ ബാധിക്കുന്ന പ്രശ്നത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നല്ല കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു 3-4 പ്രാവശ്യം ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ പല സുഹൃത്തുക്കളെയും കണ്ട് സംസാരിക്കുമ്പോഴും അത്തരത്തിലുള്ള അഭിപ്രായമാണ് അവരിൽ നിന്ന് ഉയർന്നു വരുന്നത്. ജയം ജയിക്കണം, കൊലച്ചതെങ്ങ് ജയിക്കണം, അതുപോലെ കായ്ഫലമുള്ള തെങ്ങ് അടയാളം തന്നെ ജയിക്കണം എന്നുള്ള വിശ്വാസമാണ് അവരുടെ ജനങ്ങൾക്കൊക്കെ തന്നെ ഉള്ളത്. സഹോദരന്മാർക്ക് തന്നെ ഉള്ളത്. LDF സ്ഥാനാർത്ഥി ബാലറ്റ് ഫൈറ്റിനോട് പറയുന്നത് ഈ വാർഡിൽ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത്. താങ്ക് യു.